Theorem 4.4. Let A congruent to B mod M and C congruent to D mod M. Then first one, A plus C is congruent to B plus D mod M, and second one, AC is congruent to BD mod M. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആൻഡ് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ് ഡി മോഡ് എം ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി, എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. സോ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം ഇൻഡിജർ K1 ഇൻറ്റു എം എന്നത്. സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എം ഡിവൈഡ്സ് സി മൈനസ് ഡി എന്നാണ്. ദാറ്റ് ഈസ് നമുക്ക് എന്താണ്? സി മൈനസ് ഡി ഈസ് ഈക്വൽ ടു സം ഇൻഡിജർ K2 ഇൻറ്റു എം എന്നെഴുതാം. ഓക്കെ, ഇനി ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്? എ പ്ലസ് സി കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡ് എം ആണെന്ന് കാണിക്കണം. അതായത് നമുക്ക് എന്ത് കിട്ടണം? എം ഡിവൈഡ്സ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി എന്ന് എഴുതാൻ കഴിയണം. അതായത് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡിനെ എം ഡിവൈഡ്സ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എം എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയണം. സോ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി ഈക്വൽ ടു എങ്ങനെ എഴുതാം? സോ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി കൺസിഡർ ചെയ്തു, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എ പ്ലസ് സി മൈനസ് ബി മൈനസ് ഡി എന്ന് വരും. അതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി എന്ന് എഴുതാം. ദാറ്റ് ഈസ് എ മൈനസ് ബി എന്താണ്? K1 ഇൻറ്റു എം പ്ലസ് സി മൈനസ് ഡി എന്താണ്? K2 ഇൻറ്റു എം. സോ K1 എം പ്ലസ് K2 എം. ഇവിടുന്ന് എം പുറത്തേക്ക് എടുത്തിട്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എം ഇൻറ്റു K1 പ്ലസ് K2 എന്നെഴുതാം. ഇവിടെ K1 ഉം K2 എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ? K1 ആൻഡ് K2 ആർ ഇൻറ്റീജേഴ്സ്. സോ K1 പ്ലസ് K2 എന്താവും? ഒരു ഇൻറ്റീജർ ആവും. അതിന് നമുക്ക് K എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു K എന്നെഴുതാം. ദാറ്റ് ഈസ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം. മൾട്ടിപ്പിൾ ഓഫ് എം എന്ന ഫോമിൽ എഴുതാം. സോ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം എന്ന് പറഞ്ഞാൽ എം ഡിവൈഡ്സ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി ആണ്. ദാറ്റ് ഈസ് എ പ്ലസ് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡ് എം. ഓക്കെ, അടുത്ത സെക്കൻഡ് പാർട്ട് എന്താണ്? എ സി കോൺഗ്രുവൻറ്റ് ടു ബി ഡി മോഡ് എം ആണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് എ സി മൈനസ് ബി ഡി എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം ആണെന്ന് കാണിച്ചാൽ മതി അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് എ സി മൈനസ് ബി ഡി കൺസിഡർ ചെയ്തു. നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഒരു മൈനസ് ഒരു ബി സി ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. എ സി മൈനസ് ബി സി പ്ലസ് ബി സി ഇവിടെയുള്ള ഓൾറെഡി ഉള്ള മൈനസ് ബി ഡി ഇപ്പോൾ ഒരു ബി സി പ്ലസ് ആൻഡ് മൈനസ് ചെയ്തു. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? എ സി മൈനസ് ബി സി. അതെന്ന് സി കോമൺ ആയിട്ട് എടുത്താൽ എ മൈനസ് ബി സി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ഇതിൽ രണ്ടിലും ബി കോമൺ ഉണ്ട്. സോ ബി പുറത്തേക്ക് എടുത്താൽ ബി ഇൻറ്റു സി മൈനസ് ഡി. സി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഡി എന്നെഴുതാം. ഓക്കെ, ഇനി എ മൈനസ് ബി നമ്മൾക്ക് തന്നിട്ടുണ്ട്. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ്. സോ അത് വെച്ചിട്ട് എ മൈനസ് ബി നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു? എ മൈനസ് ബി ഈക്വൽ ടു K1 എം. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ K1 എം ഓൾറെഡി ഉള്ള സി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഡി. സി മൈനസ് ഡി എന്താണ്? K2 എം ആണ്, അതും കൊടുത്തു. സോ ബി ഇൻറ്റു K2 എം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? ഇവിടെ നിന്ന് എം പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ ഉള്ളത്? K1 സി പ്ലസ് K2 ബി. ഓക്കെ, ഇവിടെ K1 സി K2 ബി ഇതെല്ലാം എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. സോ K1 സി പ്ലസ് K2 ബി അതെന്താവും? ഒരു ഇൻറ്റീജർ ആവും. സോ ഇതിനെ നമുക്ക് എം ഇൻറ്റു കെ എന്നുള്ള ഫോമിൽ എഴുതാം. സോ എം ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി മൈനസ് ബി ഡി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എം എന്ന് പറയാം അല്ലേ? ഒരു ഇൻറ്റീജർ ഇൻ കെ ഇൻറ്റു എം എന്നുള്ള ഫോമിൽ എഴുതുക. സോ എ സി മൈനസ് ബി ഡി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എം എന്ന് പറയാം. ദാറ്റ് ഈസ് എ സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ഡി മോഡ് എം. നെക്സ്റ്റ് ഒരു കൊറോളറി ആണ്. കൊറോളറി 4.3. ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആൻഡ് സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എം ദെൻ എ മൈനസ് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മൈനസ് ഡി മോഡ് എം. അപ്പോൾ ഇവിടെ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ് തന്നിട്ടുണ്ട്. സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എം ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് സി എന്താണ്? കോൺഗ്രുവൻറ്റ് ടു ബി മൈനസ് ഡി മോഡ് എം ആണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ബി ഡിവൈഡ്സ് എ മൈനസ് സി മൈനസ് ബി മൈനസ് ഡി. ഇത് ഡയറക്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ച ഇതിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൂഫ് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് കൊറോളറി 4.4. ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആൻഡ് സി ഈസ് എനി ഇൻറ്റീജർ. എ എന്താണ്? കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ്. ആൻഡ് സി എന്താണ്? ഇറ്റ് ഈസ് എനി ഇൻറ്റീജർ. ദെൻ ഫസ്റ്റ് വൺ എ പ്ലസ് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് സി മോഡ് എം. എ മൈനസ് സി രണ്ടാമത്തത് എ മൈനസ് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മൈനസ് സി മോഡ് എം. AC congruent to BC mod M and A square is congruent to B square mod M. Okay.
അപ്പോൾ ഇത് 4 ഡയറക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ ഡെഫിനിഷൻ കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷനും അതേപോലെ ഇതിന് മുമ്പ് കണ്ട 2 ലാസ്റ്റ് നമ്മൾ പറഞ്ഞ തിയറും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ സ്വയം എഴുതി നോക്കുക. പ്രോപ്പർട്ടീസ് കാണാതെ ഓർത്ത് വെക്കുക, കാരണം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. പ്രൂഫ് എഴുതി നോക്കുക. നെക്സ്റ്റ്, ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ദെൻ എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു എൻ മോഡ് എം ആണ് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ എൻ. സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ എൻ എടുത്തിട്ടുണ്ടെങ്കിലും എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു എൻ മോഡ് എം ആണെന്ന് കാണിക്കണം. സോ നമ്മളിത് ഇൻഡക്ഷൻ വീക്ക് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സോ എൻ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് എൻ ഇസ് ഈക്വൽ ടു 1 ട്രൂ ആണ് നോക്കുക. എൻ ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എന്താണ് എ റേസ് ടു 1 ഈക്വൽ ടു ബി റേസ് ടു 1 മോഡ് എം, ദാറ്റ് ഈസ് എ റേസ് ടു 1 പറഞ്ഞാൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. അത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫോർ എൻ ഇസ് ഈക്വൽ ടു 1 സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ആ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1 എന്ന് എടുത്തു. ഓക്കെ, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്, നമ്മൾ അസ്യൂം ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ എൻ ഇസ് ഈക്വൽ ടു കെ. എൻ ഈക്വൽ ടു കെ എന്ന് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ എന്താ വരെ എ റേസ് ടു കെ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ മോഡ് എം. അതിന് ഇക്വേഷൻ 2 ആയിട്ടും കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇത് ട്രൂ ആണെന്ന് കാണിക്കണം. അതായത് എ റേസ് ടു കെ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ പ്ലസ് 1 മോഡ് എം ആണെന്ന് കാണിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ തിയറം നോക്കൂ. തിയറം 4.4 നമ്മൾ പറഞ്ഞു എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എമ്മും സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എമ്മും ആണെങ്കിൽ എന്താണ് എ ഇൻറ്റു സി കോൺഗ്രുവൻറ്റ് ടു ബി ഇൻറ്റു ഡി മോഡ് എം ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ റിസൾട്ടാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ് ആൻഡ് എ റേസ് ടു കെ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ മോഡ് എം. അങ്ങനെയാണെങ്കിൽ ആ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം എ ഇൻറ്റു എ റേസ് ടു കെ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ഇൻറ്റു ബി റേസ് ടു കെ മോഡ് എം എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതെന്താണ്, എ ഇൻറ്റു എ റേസ് ടു കെ ഈസ് എ റേസ് ടു കെ പ്ലസ് 1 ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു ബി ഇൻറ്റു ബി റേസ് ടു കെ ദാറ്റ് ഈസ് ബി റേസ് ടു കെ പ്ലസ് 1 മോഡ് എം എന്നെഴുതാം. സോ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, ഫോർ എൻ ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 എ റേസ് ടു കെ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ പ്ലസ് 1 മോഡ് എം എന്ന് കിട്ടി. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. Okay, next theorem 4.6. If AC is congruent to BC mod M and GCD of CM equal to 1, then A is congruent to B mod M. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, എ സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് എം. ഇവിടെ സി എന്താണ്, ഇറ്റ് ഈസ് എനി ഇൻറ്റീജർ. സോ എ ഇൻറ്റു സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ഇൻറ്റു സി മോഡ് എം ആണ്. ആൻഡ് ജി സി ഡി ഓഫ് സി ആൻഡ് എം, സിൻ്റെയും എമ്മിൻ്റെയും ജി സി ഡി 1 ആണെങ്കിൽ നമുക്ക് എ ഇൻറ്റു സി കോൺഗ്രുവൻറ്റ് ടു ബി ഇൻറ്റു സി മോഡ് എമ്മിൽ നിന്നും എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്നെഴുതാം. ഓക്കെ, അപ്പോൾ അതിന് ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് എ സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് എം ആണ്. നമുക്ക് എന്ത് കാണിക്കണം, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ്. ഇവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, ജി സി ഡി ഓഫ് സി എം ഈക്വൽ ടു 1. സോ എ സി കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് എം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എം ഡിവൈഡ്സ് എ സി മൈനസ് ബി സി. ഓക്കെ, ഇവിടെ സി രണ്ടിലും കോമൺ ഉണ്ട്. ഇപ്പോൾ സി നമ്മൾ പുറത്തേക്ക് എടുത്താൽ എം ഡിവൈഡ് സി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, ഇനി നമുക്കറിയാം ഈ എ ഡിവൈഡ്സ് ബി സി ആൻഡ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ എ ഡിവൈഡ്സ് സി എന്ന് പറയാം. എ ഡിവൈഡ്സ് ബി ഇൻറ്റു സിയും ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറം പ്രകാരം എ എന്താണ്, എ ഡിവൈഡ്സ് സി ആണെന്ന് പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ്, എം ഡിവൈഡ്സ് സി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എം ഒരു പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യാണ്. ആൻഡ് ജി സി ഡി ഓഫ് എ ആൻഡ് എം, എം ഈക്വൽ ടു 1, സി ആൻഡ് എം ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എം ഡിവൈഡ്സ് എ മൈനസ് ബി. ഈ റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എം ഡിവൈഡ്സ് എ മൈനസ് ബി. എം ഡിവൈഡ്സ് എ മൈനസ് ബി പറഞ്ഞാൽ എന്താണ്, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. Okay, so if AC is congruent to BC mod M and GCD of CM equal to 1, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിയും സിയും ക്യാൻസൽ ചെയ്തിട്ട് എ കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് എം എന്ന് പറയാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജി സി ഡി ഓഫ് സി ആൻഡ് എം എന്താണ്, സി എം 1 ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സീനെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറയാൻ പറ്റുള്ളൂ. ജി സി ഡി 1 അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. Next theorem, if AC congruent to BC mod M and GCD of CM equal to D, then A is congruent to B mod M by D. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ്. അവിടെ എ സി കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് എമ്മും ജി സി ഡി ഓഫ് സി എം ഈക്വൽ ടു 1 ആയിരുന്നപ്പോൾ ഉള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ എഴുതായിരുന്നു, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എഴുതായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ജി സി ഡി ഓഫ് സി എം 1 അല്ല, ഇറ്റ് ഈസ് സം ഇൻറ്റീജർ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ എ
കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്തേ ആവുള്ളൂ, എം ആവില്ല, എം ബൈ ഡി. ബി മോഡ് എം ബൈ ഡി. എമ്മിനെ നമ്മൾ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ സി കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് എം, അതായത് എം ഡിവൈഡ്സ് എ സി മൈനസ് ബി സി. ഓക്കെ, ദാറ്റ് ഈസ് എ സി മൈനസ് ബി സി ഈക്വൽ ടു എം ഡിവൈഡ്സ് എ സി മൈനസ് ബി സി പറഞ്ഞാൽ എന്താണ്, എ സി മൈനസ് ബി സിനെ നമുക്ക് സം ഇൻഡിജർ കെ ഇൻറ്റു എം എന്നുള്ള ഫോമുല എഴുതാം. സോ എ സി മൈനസ് ബി സി ഈക്വൽ ടു കെ ഇൻറ്റു എം, വെർ കെ ഈസ് ആൻ ഇൻഡിജർ. ഇനി ഇവിടുന്ന് സി രണ്ടിലും കോമൺ ഉണ്ട്, സി പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ സി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു കെ എം എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ബോത്ത് സൈഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ ഡി. അപ്പോൾ നേരത്തെ സി ബൈ ഡി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എം ബൈ ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, കെ ഇൻറ്റു എം ബൈ ഡി, കെ എന്താണ്, ഒരു ഇൻഡിജറാണ്. ആൻഡ് കെ ഇൻറ്റു എം ബൈ ഡി ഈക്വൽ ടു സി ബൈ ഡി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഒരു ഇൻഡിജർ കെ ഇൻറ്റു എം ബൈ ഡി എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയും. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എം ബൈ ഡി ഡിവൈഡ്സ് സി ബൈ ഡി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എം ബൈ ഡി ഇങ്ങനെ എഴുതിയതിൽ നിന്നും എം ബൈ ഡി കെ ഇൻറ്റു എം ബൈ ഡി ഈക്വൽ ടു ഇതെന്നാണ് എഴുതിയിട്ടുള്ളത്. സോ എം ബൈ ഡി ഡിവൈഡ്സ് സി ബൈ ഡി ഇൻറ്റു എ മൈനസ് ബി എന്നെഴുതാം. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്, ജി സി ഡി ഓഫ് സി എം ഡി ആണെന്ന് തന്നിട്ടുണ്ട്. സോ ജി സി ഡി ഓഫ് സി ബൈ ഡി എം ബൈ ഡി എന്താവും, 1 ആവും. നമ്മൾ ജി സി ഡിയിൽ ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ജി സി ഡി ഓഫ് സി എം ഈക്വൽ ടു ഡി ആണെങ്കിൽ സി ബൈ ഡി എം ബൈ ഡിൻ്റെ ജി സി ഡി എന്താവും, 1 ആവും. സോ ഇവിടെ എം ബൈ ഡി സി ബൈ ഡിൻ്റെ ജി സി ഡി 1 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്താണ്, എ ഡിവൈഡ്സ് ബി സി ആൻഡ് ജി സി ഡി ഓഫ് എ ബി 1 ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, എ ഡിവൈഡ്സ് സി എന്ന് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എം ബൈ ഡി ഡിവൈഡ് സി ബൈ ഡി ഇൻറ്റു എ മൈനസ് ബി ആണ്. ആൻഡ് ജി സി ഡി ഓഫ് എം ബൈ ഡി സി ബൈ ഡി എന്താണ്, 1 ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, എം ബൈ ഡി ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയാം. സോ എം ബൈ ഡി ഡിവൈഡ്സ് എ മൈനസ് ബി പറഞ്ഞാൽ എന്താണ്, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ബൈ ഡി. ഈ റിസൾട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ഓർത്തു വെക്കുക. നെക്സ്റ്റ് തിയറം 4.8. If A is congruent to B mod M1, A is congruent to B mod M2, etc. A is congruent to B mod MK, then A is congruent to B mod LCM of M1, M2, etc. MK. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് A congruent to B mod M1, A congruent to B mod M2, etc. A congruent to B mod MK ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, A congruent to B mod LCM of, ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ LCM എന്നാണ്, LCM of M1, M2, etc. MK എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് വി ഹാവ് A congruent to, നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് എന്താണ്, A congruent to B mod M1 ആണ്. ഓക്കെ, സോ അത് വെച്ചിട്ട് M1 ആണ്. സോ നമുക്ക് എന്താ പറയാം, M1 ഡിവൈഡ്സ് എ മൈനസ് ബി. അടുത്തത് എന്താണ്, A congruent to B mod M2 ആണ്. സോ M2 ഡിവൈഡ്സ് എ മൈനസ് ബി എക്സെട്ര MK ഡിവൈഡ്സ് എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ M1 ഡിവൈഡ്സ് എ മൈനസ് ബി, M2 ഡിവൈഡ്സ് എ മൈനസ് ബി എക്സെട്ര MK ഡിവൈഡ്സ് എ മൈനസ് ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, LCD ഓഫ് M1, M2, എക്സെട്ര MK ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയാം. LCM ഓഫ് M1, M2, എക്സെട്ര MK ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയാം. ഇതൊരു റിസൾട്ടാണ്. M1, M2, എക്സെട്ര MK ആൻഡ് എ ബി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. M1, M2, എക്സെട്ര MK A ഇതൊക്കെ എന്താണ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. സച്ച് ദാറ്റ് MI ഡിവൈഡ്സ് A 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു K. അതായത് ഇതിൽ ഓരോ M1, MYകളും എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് M1 ഡിവൈഡ്സ് A, M2 ഡിവൈഡ്സ് A, എക്സെട്ര MK ഡിവൈഡ്സ് A ആണെങ്കിൽ ഇതിൻ്റെ LCM ഓഫ് M1, M2, എക്സെട്ര MKയും എന്ത് ചെയ്യും, എനെ ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, M1 ഡിവൈഡ്സ് എ മൈനസ് ബി, M2 ഡിവൈഡ്സ് എ മൈനസ് ബി, എക്സെട്ര MK ഡിവൈഡ്സ് എം. ഇത് ഓരോന്നും എന്തുണ്ട്, എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് M1, M2, എക്സെട്ര MKൻ്റെ LCMും എന്ത് ചെയ്യും, എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ M1, M2, എക്സെട്ര MK LCM ഓഫ് M1, M2, എക്സെട്ര MK ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, A is congruent to B mod LCM of M1, M2, etc. MK എന്ന് പറയാം. ഓക്കെ, hence the result. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കൊറോളറിയാണ്. കൊറോളറി 4.5. If A is congruent to B mod M1, A is congruent to B mod M2, etc. A is congruent to B mod MK, where the moduli are
പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ദെൻ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് M1 ഇൻറ്റു M2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു MK. പിന്നെ നേരത്തെ പോലെ തന്നെ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് M1, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് M2 എക്സെട്ര, എ കോൺഗ്രുവൻറ്റ് ടു എന്താണ് ബി മോഡ് MK ആണെങ്കിൽ നമ്മളവിടെ പറഞ്ഞിരുന്നു എന്തായിരുന്നു ഇങ്ങനെയാണെങ്കിൽ വരുന്നത് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് LCM ഓഫ് M1, M2 എക്സെട്ര MK ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്തോ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ദ മൊഡുലൈ ആർ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. മൊഡുലൈ പറഞ്ഞാൽ M1, M2 എക്സെട്ര MK ഇതിനെയാണ് നമ്മൾ മൊഡുലൈ എന്ന് പറയുന്നത്. ഈ M1, M2 എക്സെട്ര MKകൾ എന്താണ് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആകുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഒരു റിസൾട്ട് അതായത് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് M1, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് M2 എക്സെട്ര, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് MK ആകുമ്പോൾ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് LCM ഓഫ് M1, M2 എക്സെട്ര MK എന്ന് എഴുതാം. ഇനി M1, M2 എക്സെട്ര MK പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആകുമ്പോൾ അതിൻ്റെ LCM ഓഫ് M1, M2 എക്സെട്ര MK ഈക്വൽ ടു എന്താവും M1 ഇൻറ്റു M2 ഇൻറ്റു എക്സെട്ര MK ആവും എന്ന് പറഞ്ഞു. രണ്ട് നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ 2, 3 ഇത് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ഇതിൻ്റെ LCM എന്താണ് 2 ഇൻറ്റു 3 ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് പറയുന്നത് ഇവിടെ ഓരോ M1, M2 എക്സെട്ര MK എന്താണ് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് അതിൻ്റെ LCM എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റ് ആവും M1 ഇൻറ്റു M2 ഇൻറ്റു എക്സെട്ര MK ആവും. സോ ഇവിടെ LCM ഓഫ് M1, M2 എക്സെട്ര MKക്ക് പകരം ഇവിടെ എന്താവും എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് M1 ഇൻറ്റു M2 ഇൻറ്റു എക്സെട്ര MK എന്നാവും.